ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെൽക്കം ബാക്ക്. എന്തൊരു വിശേഷം? ഒരുപാട് ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്ക് തന്നെ ഒരു ദിവസം മുന്നേ ഒരു മാരേജ് ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ദിവസം മുന്നേ നമ്മൾ സന്തോഷത്തിലാണ് കേട്ടോ. കാരണം നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൗണ്ടൊക്കെ മൊത്തം അങ്ങോട്ട് പോയിട്ടുള്ളത് അവിടെയുള്ള ജ്യൂസും അതും ഇതൊക്കെ കഴിച്ചിട്ടും കുടിച്ചിട്ടുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ എണീച്ചിട്ട് പെട്ടെന്ന്, കാരണം നമുക്കൊരു 7-7:30 മണിയാകുമ്പോൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ 8 മണി വരെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയ പിന്നെ അത് ഉണ്ടാക്കണം, അത് കഴിക്കണം, അത് ക്ലീൻ ആക്കണം, അതിൻ്റെ പരിപാടി തന്നെ എന്തായാലും 8-8:30 മണി വരെ പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ തലേ ദിവസം തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിക്കാനും പറ്റിയില്ല. അങ്ങനെ പുറത്തുനിന്ന് കുറച്ച് ഫുഡ് എടുത്തിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എണീച്ചിട്ട് കുട്ടികളൊക്കെ ഒന്ന് ഫ്രഷ് ആവാൻ റെഡിയാക്കിയിട്ട് വിട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാനാണ് വന്നത്. പിന്നെ നമുക്ക് സാരിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയമൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ പിന്നെ തന്നെ കുറച്ച് എണീച്ചിട്ട് വെള്ളം കുടിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും വെള്ളം കുടിച്ച് എൻ്റെ കുട്ടികളെ കൊണ്ടും വെള്ളം കുടിപ്പിക്കുന്നതാണ് ആദ്യത്തെ പണി. അങ്ങനെ ഇത് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുമാണ്. അപ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ വിളിപ്പിച്ചിട്ട് ഞാനും ഇവിടെ ഇരുന്നിട്ട് ഞാനും തന്നെ അവിടെ നിന്നിട്ട് അവരെ കുടിപ്പിക്കാറാണ് പതിവുള്ളത്. ഇങ്ങനെ ഇത് ഓരോരുത്തർ അങ്ങോട്ട് വെള്ളം കുടിച്ച് പിന്നെ അവർ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. എന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം. അതായിരുന്നു പരിപാടി. അപ്പോൾ പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ഒരു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും കഴിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രാത്രി വന്നിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ വിചാരിച്ചതൊന്നും നടന്നിട്ടില്ല. നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ വ്ളോഗ്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടു. പക്ഷേ ഈ തല ചെയ്യുന്നതല്ലേ, അതൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ ബസ്സിലല്ലേ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ നമുക്ക് വേണ്ടതുപോലെ ഒന്ന് ചെയ്താൽ അവിടെ എത്തുമ്പോൾ അതങ്ങനെ ഉണ്ടാവില്ല. കാരണം ബസ്സിൽ എന്തായാലും കിടന്നുറങ്ങിക്കൊണ്ടും എന്തൊക്കെയോ ചെയ്തുകൊണ്ട് പോകുമായിരിക്കും. അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് മേക്കപ്പ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ഇടുന്നു, തല ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയായിട്ട് പോവാം. അപ്പോൾ ഞാൻ സാരിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഇനി അവിടെ പോയാണ് ശരിയാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ഹാളിലോട്ടാണ് കേട്ടോ. ഹാളിൽ നിന്ന് വേണം വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ മാരേജ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടിയിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി പുറപ്പെടാം. ഇനിയിപ്പോൾ ഡോർ എടുക്കാം, ലോക്കാക്കാം. അങ്ങനെ ഇത് എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ ഇടുന്ന ചെരുപ്പുകളൊക്കെ വേറെയാണല്ലോ. അതെന്തായാലും നമ്മൾ എപ്പോഴും ഇടാറില്ലല്ലോ. അതിൻ്റെ ചെരുപ്പ് തന്നെ വേറെയാണ്. എപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. കല്യാണത്തിനായിട്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെരുപ്പൊക്കെ വെക്കാറുള്ളതാണ്. ഇങ്ങനെ ഞാൻ ഡോറൊക്കെ ലോക്കാക്കി ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ ഇത് കാലത്താണ് കേട്ടോ. കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു 7-7:30 മണീൻ്റെ ഉള്ളിലായിരുന്നു നമ്മളിങ്ങനെ പോയത്. ഇതൊരു സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ മീലാദ് കാരണം ഇപ്പോൾ കുട്ടികൾക്ക് മദ്രസ ലീവ് ഉണ്ടായിരുന്നു. കാരണം രാത്രിയായിരുന്നു ഫങ്ഷൻസൊക്കെ. ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ലൈറ്റൊക്കെ പെട്ടെന്ന് 6 മണി നേരത്തെ തന്നെ ഓഫാക്കും. പക്ഷേ ഇന്ന് മുകളിൽ നിന്ന് വരുന്നവർ ആദ്യത്തെവർ ഞങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് ഓഫാക്കാൻ ഞാൻ തന്നെയായിരുന്നു ഇന്നത്തെ നാളും. അധികം ഞാൻ തന്നെയാണ് ഓഫാക്കാറും. അങ്ങനെ തന്നെ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ടാണ് പോകുന്നത്. ഞാനിതാ നമ്മൾ ഇവിടുന്ന് അടുത്തേ ഉള്ളൂ, അതുകൊണ്ട് ഓട്ടോയുടെ ആവശ്യമില്ല. ജസ്റ്റ് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ അവിടെ വരെ നമ്മൾ നടന്നുകൊണ്ട് പോവുക. എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ട് പോവുക കേട്ടോ. മഴയുണ്ട്, പക്ഷെ നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ല. പക്ഷെ പോയിട്ട് അവിടെ എത്തും വരെ നമുക്ക് മഴയും കിട്ടിയിട്ടില്ല. വന്നിട്ട് വീട്ടിലൊക്കെ എത്തുന്നത് വരെ മഴയും കിട്ടിയില്ല. അതൊക്കെ പഠിച്ചുകൊണ്ട് ഓരോ നമ്മുടെ ദുആത്തിനുള്ള ഉത്തരങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദുആർക്കാൻ ആരും മടിക്കരുത്. അങ്ങനെ ഇതാ ഞങ്ങൾ ബസ്സിലോട്ട് യാത്ര പോവുകയാണ്. എന്തായാലും ഇങ്ങനെ കാറിലോട്ട് പോകുന്നതിനേക്കാളും ബസ്സിൽ പോകുന്നതാണ് കേട്ടോ എളുപ്പം തോന്നുന്നത്. കാറിലാണെങ്കിൽ ഒരു ചെറിയ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കണം, AC ഇടണം. ഇതൊക്കെ അങ്ങനെയൊന്നും ഇല്ലാത്ത പഠിച്ചോണ്ട കാറ്റും കൊണ്ട് നമുക്ക് പോകാനും പറ്റും. അപ്പോൾ പിന്നെ അത് കാറില്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ പറയുന്നതായിട്ട് തോന്നും നിങ്ങൾക്ക്. കാറുള്ളവർക്ക് കാറ് തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. ഇങ്ങനെ ബസ്സിലൊക്കെ പോകുന്നതിനേക്കാളും എപ്പോഴും ബെസ്റ്റ് കാറിൽ തന്നെ പോകുന്നതാണ്. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസും വ്ളോഗ്സും ഒക്കെ എടുക്കണം തോന്നി. പക്ഷെ അവിടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം മൊബൈൽ എൻ്റെ കയ്യിൽ ഉണ്ടാവാറേ ഇല്ലായിരുന്നു.
അങ്ങനെ അന്നത്തെ ദിവസം അവിടെ പോയി പിന്നെ അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. രാത്രി അവിടെ ഞങ്ങളെ വിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം കാലത്താണ് വന്നത്. അപ്പോൾ ഇപ്പോൾ 9 മണിക്ക് നമുക്ക് സ്കൂളിലോട്ട് പോകണം. പക്ഷെ നമ്മൾ 7:30 മണിക്കാണ് വീട്ടിലോട്ട് എത്തിയത്. വന്ന പാടന്നെ കുട്ടികളത് ഈ പരുവത്തിലായി. അങ്ങനെ പിന്നെ 1 മണിക്കൂറോളം അവിടെ ഞാൻ കിടന്നുറങ്ങാൻ വിട്ട്. എന്നിട്ട് കുളിച്ചിട്ട് പിന്നെ ഫ്രഷ് ആയതാണ് കേട്ടോ 8:30 മണി വരെ. പിന്നെ അന്നത്തേക്കുള്ള ടിഫിനേക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട്, അവിടെ ഒരുപാട് അങ്ങോട്ട് ബാക്കി ഉണ്ടാവില്ല, എന്തെങ്കിലും കല്യാണത്തെ വീടല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറും ബട്ടർ ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. പിന്നെ കാലത്തേക്കുള്ള ലഞ്ചൊക്കെയായിട്ടാണ് കൊണ്ടുവന്നത്. അവിടെ ടിഫിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മാവൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതപ്പോൾ എടുത്തിട്ട് ഞാൻ ഒന്ന് ലൈറ്റായിട്ടൊരു തിന്നായിട്ടുള്ളൊരു ദോശ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ദോശയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കത് ഉറങ്ങി എണീച്ചിട്ട് കുളിച്ചിട്ട് അത് കഴിക്കാൻ അവർക്ക് മൂഡുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ എന്തായാലും അപ്പം കഴിക്കൂലെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വേറെ തന്നെ അവർക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട്, പാലും മുട്ട പുഴുങ്ങിയത് അങ്ങനെയാണ് അവർ കഴിച്ചിട്ട് സ്കൂളിലോട്ട് പോയിട്ടുള്ളത്. പിന്നെ എൻ്റെ ജോലികൾ ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞത് തുണി അലക്കലും ഉണക്കലുമായിരിക്കും. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട്, കുളിച്ച് ഫ്രഷ് ആയിട്ട്. ഇനി തല ചീകാൻ മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു സ്കൂൾ ബസ് വരാറായി, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്നും കഴിച്ചോളൂ, ഇവിടെ ഞാൻ വൈൻഡപ്പ് ആക്കാം. അങ്ങനെ അവർ മുട്ടയും പാലുമാണ് കേട്ടോ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം ടിഫിനൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ എനിക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക് യു, ടേക്ക് കെയർ.